നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് മാഗ്നറ്റിസം അല്ലെങ്കിൽ എന്താണ് ഒരു മാഗ്നറ്റിസം എന്താണ് അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വസ്തുവാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്, അല്ലെ? കാന്തം നമ്മൾ എപ്പോഴും കളിക്കാറുണ്ട്, അല്ലെ? കാന്തമൊക്കെ വെച്ച് നമ്മൾ കളിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഒരു മാഗ്നറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, മാഗ്നറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ? ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വസ്തുവാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഫീൽഡിലാണ്? എഞ്ചിനീയറിംഗ് ഫീൽഡിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിലും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള, ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ആക്ച്വലി മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളത് കളിക്കാനൊക്കെ ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ ചില ഫോട്ടോ ഫ്രെയിമിന്റെ ഒക്കെ പുറകിൽ മാഗ്നറ്റ് ഉണ്ടാവും, അല്ലെ? അപ്പം അത് നമ്മൾ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. അപ്പൊ അങ്ങനെ മാത്രമല്ല, പക്ഷെ എഞ്ചിനീയറിംഗ് ഫീൽഡിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള, ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാഗ്നറ്റ് ഇപ്പൊ ജനറേറ്റർ, അതുപോലെ തന്നെ ചോക്ക്, ട്രാൻസ്ഫോമർ, അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ, പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മാഗ്നറ്റ് ആണ്. ഇനി എന്തിനെയാണ് നമ്മൾ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? മാഗ്നറ്റിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്: എ പ്രോപ്പർട്ടി ഓഫ് സം സബ്സ്റ്റൻസസ് ബൈ വിച്ച് ഇറ്റ് ക്യാൻ അട്രാക്ട് ഓർ റിപ്പൽ അതർ സബ്സ്റ്റൻസസ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ അട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാനോ ഒരു വസ്തുവിന് സാധിക്കുമെങ്കിൽ ആ വസ്തുവിന്റെ പ്രോപ്പർട്ടീനെയാണ്, ആ വസ്തുവിന്റെ പ്രത്യേകതയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും മാഗ്നറ്റ് ഒക്കെ കണ്ടിട്ടുള്ളവരാണ്, അല്ലെ? അപ്പൊ ചിലപ്പം രണ്ട് മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് കാണാൻ സാധിക്കും, രണ്ട് മാഗ്നറ്റ്സ് ചിലപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കും. നമ്മൾ എത്ര ദൂരത്ത് വെച്ച്, കുറച്ച് അകലത്ത് വെച്ചാലും അത് പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കാണാൻ പറ്റും, അല്ലെ? പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ മാഗ്നറ്റ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒട്ടിപ്പിടിക്കത്തില്ല, അതിങ്ങനെ വിഘടിച്ച് പോകും, അല്ലെ? പരസ്പരം അകന്നകന്നു പോകും. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിനെ അട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആകർഷിക്കാനോ അല്ലെങ്കിൽ റിപ്പല് ചെയ്യാനോ ഒരു വസ്തുവിന് സാധിക്കുമെങ്കിൽ അതിന്റെ ആ പ്രോപ്പർട്ടി, ആ പ്രത്യേകതയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? magnetism എന്ന് പറയുന്നത്. So what is magnetism? A property of some substances by which it can attract or repel other substances. മറ്റുള്ള വസ്തുക്കളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാനോ ഉള്ള ഒരു വസ്തുവിന്റെ കഴിവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ മാഗ്നറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റ് എന്താണ്? മാഗ്നറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ അട്രാക്ട് സബ്സ്റ്റൻസസ് ലൈക്ക് അയൺ ടു ഇറ്റ്. ഇപ്പം അയൺ പോലെയുള്ള വസ്തുക്കളെ അതിന്റെ അടുത്തേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെ? മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ തടിയിലോ അല്ലെങ്കിൽ റബ്ബറിലോ ഒന്നും മാഗ്നറ്റ് ചെന്ന് ഒട്ടിപ്പിടിക്കത്തില്ല അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യത്തില്ല. പക്ഷെ മാഗ്നറ്റ് ഏത് വസ്തുവായിട്ടായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്? ഇരുമ്പ്, അല്ലെ? ഇരുമ്പിന്റെ വസ്തുക്കളുമായിട്ടാണ് മാഗ്നറ്റ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ഇരുമ്പിന്റെ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ അല്ലാത്ത പിന്നോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ എന്തെങ്കിലും യൂട്ടൻസിൽസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ മാഗ്നറ്റ് അതിൽ ചെന്ന് അട്രാക്ട് ചെയ്യും, അല്ലെ? അപ്പോ മാഗ്നറ്റ് എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താണ്? ചില വസ്തുക്കളെ അതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതയുള്ള മാഗ്നറ്റിസം എന്നുള്ള പ്രത്യേകതയുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിൽ ഉണ്ടാവാൻ സാധിക്കും. മാഗ്നറ്റ് ക്യാൻ ബി മാൻമെയ്ഡ് ഓർ നാച്ചുറൽ. ഓക്കെ, മാൻമെയ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റും ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റും ഉണ്ട്. ഓക്കെ, ഈ നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റിന്റെ കാര്യം പറയുമ്പോൾ ഈ മാഗ്നറ്റ് കണ്ടുപിടിച്ചത് തന്നെ പണ്ട് ഒരു കർഷകൻ ആട് മേയ്ക്കാൻ എന്തോ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഇങ്ങനെ ഇരുമ്പിന്റെ ഒരു ആയുധം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഇങ്ങനെ ഒരു പാറയിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തപ്പോ അതിങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ മാഗ്നറ്റ് കണ്ടുപിടിച്ചതെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ,